വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ മാവ് കലക്കി ഒഴിച്ചും കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.5 കപ്പ് അളന്നെടുത്തിട്ടുള്ള മൈദയാണ് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മുട്ട ഇതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1.5 കപ്പോളം ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്താൽ ഒന്നും കൂടി കറക്റ്റ് നമുക്ക് വേണ്ട ഒരു പരുവായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് മാവിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അധികം ടൈറ്റ് ആവാതെ നോക്കുക. ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഓരോന്നും മാവ് ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 തവി മാവ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായതിന് ശേഷം 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് പാന് കൊണ്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കൊരു തവി വെച്ചിട്ട് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അതിനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് ചുട്ടെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്കിതാ ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. ഞാനിവിടെ 8 എണ്ണം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഫില്ലിങ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചു കൊടുത്താലും മതിയാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ്. അത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മായോനൈസ് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ മായോനൈസ് നമുക്കിതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റണ്ട. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങാണ് നമ്മൾ റൊട്ടിക്കകത്ത് നിറക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു റൊട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡും രണ്ടും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും ഇതിൻ്റെ ഈ സൈഡ് ഇതുപോലെ ഇങ്ങോട്ടേക്കും മടക്കി കൊടുക്കുക. എന്നിട്ടൊരു ബോക്സ് പോലെ ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമ്മൾ മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇത് അങ്ങനെ ഒട്ടിയിട്ട് നിന്നോളും. ഇത് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചതൊക്കെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഇതുപോലെ അങ്ങ് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലിങ്ങനെ ഒട്ടി നിൽക്കും. ഇതിനുള്ളിലെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യില്ല. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാതും നമുക്കിതുപോലെ അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊരു 4 മണി നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റി ബുദ്ധിമുട്ടേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ കാണാം. താങ്ക്